ഹായ്, ദിസ് ഈസ് ഡേ 18. സോ നമ്മളിന്ന് ഫുൾ ഡേ ഫാസ്റ്റിംഗ് എടുത്തു. അതെങ്ങനെയുണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. ഫാസ്റ്റിംഗ് മീൻസ് പട്ടിണി കിടക്കുക. അതെങ്ങനെ കിടന്നു, എങ്ങനെയുണ്ട്. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ ആദ്യം ഇതിൽ പറയാനുള്ള മോട്ടീവ്, നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് ചലഞ്ച് എടുത്തിട്ട് 18 ദിവസമായി. ഈ 18 ദിവസത്തിനിടയ്ക്ക് ഒരുപാട് അബദ്ധങ്ങളും വീഴ്ചകളും എല്ലാം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഈ 18 ദിവസം നമ്മളിങ്ങനെ എത്തി. ആകെ ചെയ്തത് എന്താണ്, നമ്മളൊരു ചാലഞ്ച് എടുത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് 18 ദിവസം കൊണ്ടുവന്നു. മിക്ക ആൾക്കാരും നമ്മളിപ്പം ഇന്നോട്ട് നമ്മൾ ഇനി ഒന്നും കഴിക്കത്തില്ല, ഇനി ഫാറ്റ് ഉള്ളത് കഴിക്കത്തില്ല, ഷുഗർ കട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പോവും. 2 ദിവസം കഴിയും ബ്രേക്ക് ആവും. പിന്നെ നോർമലായിട്ട് കുറേ ദിവസം കഴിയും. പിന്നെ വീണ്ടും എന്തെങ്കിലും ഒരു സ്പൈക്കോ മോട്ടീവോ എവിടെയെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും കയറി പോവും, വീണ്ടും ഡയറ്റ് എടുക്കും. കുറച്ച് ദിവസം കഴിയും, കുളവും. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ 2 ദിവസം 3 ദിവസം മാക്സിമം പോയാൽ പോയി. ബട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ 18 ദിവസം ഇടയ്ക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ട് പോലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. സോ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഇന്നലെ വരെ എനിക്ക് ആ പ്ലാൻ ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റും പെട്ടെന്ന് ഈ രാവിലെ ഉള്ള ആൾക്കാർക്ക് ഓരോ ഉൾവിളി അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയക്ക് സ്പാർക്ക് ചെയ്യണം. അങ്ങനെ എനിക്ക് രാവിലെ തോന്നിയ ഐഡിയ ഇന്ന് ഫുൾ ഡേ ഫാസ്റ്റിംഗ് എടുത്തത്. ഇതിന് മുമ്പും പലവട്ടം എല്ലാവരെയും പോലെ എനിക്കും തോന്നും രാവിലെ കഴിക്കത്തില്ല, ഉച്ചയായപ്പം കഴിക്കും, വൈകിട്ടാകുമ്പോഴത്തേക്ക് ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കും, കുളവും. അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും കഴിക്കായിരിക്കും, വൈകിട്ടാകുമ്പോൾ ഹെവി ആയിട്ട് കഴിക്കും, കുളവും. എന്തെങ്കിലും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ പരിപാടി. അപ്പം ഈയിടെയായിട്ട് ഞാൻ ക്ലീഷേഴ്സ് ഇങ്ങനെ ബ്രേക്ക് ചെയ്തോണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ 18 ദിവസമായിട്ട് ഞാൻ ഈ ചാലഞ്ച് ഇങ്ങനെ എന്നെ കൊണ്ടുവരികയാണെന്ന്. അപ്പം അതിൻ്റെ ആദ്യത്തെ ക്ലീഷ ബ്രേക്കിങ്. സോ രണ്ടാമത്തെ ക്ലീഷ ബ്രേക്കിംഗ് ആയിരുന്നു ഇന്ന് ഞാൻ ഉറപ്പിച്ച് എന്തായാലും കഴിക്കത്തില്ല എന്ന്. എന്തോ നമുക്കൊരു ഓൾറെഡി നമ്മളൊരു ചാലഞ്ചിലായിരിക്കും തന്നെ നമുക്കൊരു പ്രത്യേക ഒരു പുഷ് എവിടെന്നെങ്കിലും കിട്ടും. സോ നൗ ദ പുഷ് ഈസ്, എനിക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ തോന്നി. അത് എന്നെ കൊണ്ട് പറ്റുമെന്ന് എന്നെ ഇങ്ങനെ നമ്മൾ തന്നെ നമ്മൾ ആദ്യം മോട്ടിവേറ്റ് ചെയ്യണം. ഇവിടെ നീ ഗ്രീൻ ടീയും കുടിച്ചോണ്ട് രാവിലെ പോയി. അവിടെ ചെന്നിട്ട് എനിക്കറിയാം ഫുഡ് കഴിയും, എല്ലാവരും വിളിച്ചു, ഞാൻ വരലാന്ന് പറഞ്ഞു. നല്ലപോലെ പുഷ് ചെയ്തു. എടാ വാടാ, കഴിക്കടാ, ഇതൊക്കെ പറയുന്നത് കഴിക്കുക. ഒരു ദിവസം കൊണ്ട് കഴിക്കായിരുന്ന വണ്ണം കുറയത്തില്ല. അറിയാം, ഒരു ദിവസം കൊണ്ട് കഴിക്കായിരുന്ന വണ്ണം കുറയത്തില്ല. ബട്ട് നമ്മള് ഇതിൽ ഫസ്റ്റ് ഒരു ദിവസം കൊണ്ട് കഴിക്കായിരുന്ന വണ്ണം കുറയ്ക്കുകയെന്നല്ല, നമുക്കൊരു കാര്യം പറ്റും എന്ന് നമ്മളാദ്യം കോൺഫിഡൻ്റ് ആക്കണം. ഈ ഒരു ദിവസം ആദ്യം നമ്മളൊരു കാര്യം സ്ട്രോങ് ആയിട്ട് ചെയ്താലേ ഈ 90 ഡേയ്സിലെ കാര്യം നമുക്ക് അതേപോലെ നിൽക്കും. ഇത് അത്യാവശ്യം ഹാർഡസ്റ്റ് ആയിട്ടൊരു കാര്യമാണ് ഈ ഫുൾ ഡേ ഫാസ്റ്റിംഗ് എടുക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, രാവിലെ പോയി നോ പറഞ്ഞു, നല്ലപോലെ പുഷ് ചെയ്തു, കഴിച്ചില്ല. ഉച്ചയായപ്പോഴും അതേ പുഷ്. ഉച്ചയാകുമ്പോൾ പുഷ് എത്തി കുറച്ച് കൂടി, എടാ ഇന്ന് നല്ല ഫുഡുണ്ട്, ചിക്കനുണ്ട്, വാടാ കഴിക്കുക, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സ്റ്റിൽ കഴിച്ചില്ല. ഈവനിങ് ആയിരുന്നു മെയിൻ പാർട്ട്. ഈവനിങ് ആയപ്പോൾ ഞാൻ സ്വിഗ്ഗി സൊമാറ്റോ അൺഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം എൻ്റെ കൊളീഗ് വന്നിട്ട് പറഞ്ഞ്, എടാ ഞാൻ ഇന്ന് ഫുഡ് എടുത്തില്ല, എനിക്കൊന്ന് ഫുഡ് ഓർഡർ ചെയ്ത് തന്നു. ഞാൻ എന്ത് ചെയ്ത്, ചേട്ടാ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത ഓഫർ കാണും, ഞാനും കയറി ഓർഡർ ചെയ്യും, എന്നെ കൊണ്ട് പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ടും പുള്ളിയുടെ അക്കൗണ്ടിൽ ഓഫറൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് എൻ്റെ അക്കൗണ്ടിൽ കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ട മിസ്റ്റർ ഷവർമയിൽ ബീഫ് മന്തി 300 രൂപയ്ക്കുള്ള സാധനം 171 രൂപയ്ക്ക് ഓഫറിൽ വന്ന് നടക്കും. അത് കണ്ട ആരായാലും, ഒന്നാമത്തെ കാര്യം അതിന് കൊടുക്കുന്ന ടേസ്റ്റാണ്, രണ്ടാമത്തെ കാര്യം ഇത്രയും ഓഫറിൽ കിടക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, വേണ്ടെന്ന് പറയൂ. എന്നിട്ടും പുള്ളിക്ക് ഓർഡർ ചെയ്ത്, എന്നിട്ടും കുറച്ച്, ഇപ്പം മണി 9 മണിയായി, ഞാൻ വൈകിട്ട് 6 മണി 7 മണി എപ്പോഴിങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യണോ, കയറി ഓർഡർ ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ബട്ട് എനിക്കെന്താ, ഇന്നത്തെ ദിവസം നമ്മൾ ആ ടൈം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ ഓക്കെയാണ്. ഇപ്പം 9 മണി കഴിഞ്ഞ് എനിക്കിനി കഴിക്കണമെന്നില്ല സത്യമായിട്ട്. സോ ആ പുഷ് എന്ത് ചെയ്ത് ഞാൻ ഇങ്ങനെ കടിച്ചു പിടിച്ച്, കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ ഇത് അച്ചീവ് ചെയ്തെന്ന് നിങ്ങളോടും പറയണം, എല്ലാവരോടും പറയണം. പിന്നെ 2, എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തണം, എന്നെ കൊണ്ട് പറ്റുമോ. ഞാൻ പണ്ട് ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട്, 3 ദിവസം വരെ പട്ടിണി കിടന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം മാത്രം കുടിച്ച് 4ാമത്തെ ദിവസമാണ് ഞാൻ ഫുഡ് കഴിച്ചത്. 3ാമത്തെ ദിവസമൊക്കെ ആയപ്പം ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോഴാണ് ഇങ്ങനെ ആടിയ സ്റ്റെയർ ഇറങ്ങി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ കൊണ്ട് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്. ഈ കൊറോണ ടൈം ആയതുകൊണ്ട് നമുക്കിങ്ങനെ വലിയ പണിയൊന്നും എടുക്കേണ്ടിയിരുന്നു. അങ്ങനെ ഭൂമി കിടന്ന സമയത്ത് 3 ദിവസം പട്ടിണി കിടന്നത്. അത് ഞാൻ ഇതേപോലെ എന്നെ കൊണ്ട് ഫാസ്റ്റിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നോക്കിയതാണ്. സോ അതേപോലെ ഇന്നും നോക്കി. ഇന്ന് അതെ, നമ്മളിങ്ങനെ പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബട്ട് നമ്മൾ അതും തരണം ചെയ്ത് ഞാൻ അത് ഓർഡർ ചെയ്തില്ല. അങ്ങനെ ഞാൻ ഇപ്പം ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഇനി ഗ്രീൻ ടീയും കൂടെ കുടിക്കുന്നു, കയറി കിടക്കുന്നു. അതാണ് ഇന്നത്തെ എൻ്റെ ആകെയുള്ള ഭക്ഷണം. ഇനി മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഡൗട്ടാണ്, നമുക്ക് വിശക്കുമോ. ശരിക്കും പറഞ്ഞാൽ രാവിലെ ചെറുതായിട്ട് വിശന്നു കേട്ടോ. പിന്നെ ഈ ആൾക്കാർ പറയപ്പോൾ നമുക്ക് ഈ ക്രേവിങ്സ് വരില്ലേ, അത് മാത്രമേ ഉള്ളൂ. ഉച്ചയായപ്പോഴും വിശപ്പില്ല, ക്രേവിങ്സ്
ഈവനിങ് ആയപ്പം ക്രേവിങ്സ് മാത്രമേ ഉള്ളൂ. ഇനി വിശന്നിട്ട് കഴിക്കണമല്ല, എനിക്ക് ക്രേവിങ്സ്. എനിക്ക് ആ മന്തി കഴിക്കണം, ബീഫ് മന്തി ഓഫറിൽ കിടക്കുക, അങ്ങനെ കഴിക്കണം എന്നുള്ള ടെൻഡൻസിയും ക്രേവിങ്സും എല്ലാം കൂടെ വന്നിട്ട് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, അതിലാണ് മെയിൻ പാർട്ട് ഇരിക്കണം. എനിവേ ഞാനിത് കൺട്രോൾ ചെയ്തു. സോ നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് എടുക്കണേ എടുക്കാം, അറ്റ് യുവർ ഓൺ റിസ്ക്. ബട്ട് ഐ എം സെയിങ് ഇറ്റ് കംപ്ലീറ്റ്ലി ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഞാൻ ഇത് ചെക്ക് ചെയ്തു കേട്ടോ, ChatGPT-യോടും ഗൂഗിളിനോടും അത്യാവശ്യം കുറച്ച് വീഡിയോസിലും ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പം ഫുൾ ഡേ ഫാസ്റ്റിംഗ് എടുക്കണം നല്ലതാണ്. അപ്പം സാധാരണ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ഒരു ടൈപ്പാണ്. ഇപ്പം 6 ഡേ കഴിച്ചിട്ട് ഒരു ദിവസം ഫുൾ ഡേ ഫാസ്റ്റിംഗ്. അപ്പോൾ നമ്മളെന്താ മെറ്റാബോളിസം വർദ്ധിക്കും, നമ്മളെ തന്നെ ഫാറ്റ് വേണം, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. നിങ്ങൾക്ക് ഇനി ഗൂഗിൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഫുൾ ഡേ ഫാസ്റ്റിംഗ് എടുക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഡേ ഫാസ്റ്റിംഗ് എനിക്ക് ഓക്കെയാണ്, എനിക്കിതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴും ഫുൾ എനർജറ്റിക് ആണ്. എനിക്കിപ്പം ഇറങ്ങി ഓടാൻ പറഞ്ഞാൽ ഓടാൻ പറ്റും, ചാടാൻ പറഞ്ഞാൽ ചാടാൻ പറ്റും, ചുമാറുന്നേ ഉള്ളൂ. ബട്ട് ഐ ക്യാൻ ഡു എനിത്തിങ്, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ ഒട്ടും വീക്കല്ല, ടയേർഡല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഇനി ഞാൻ നെക്സ്റ്റ് എപ്പോഴാണ് കഴിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നാളെ രാവിലെ പോയിട്ട് കഴിക്കും. അതിനിടയ്ക്ക് രാവിലെ ഞാൻ ഒരു ഗ്രീൻ ടീ കുടിക്കും, എന്നിട്ടാണ് പോയിട്ട് ഫുഡ് കഴിക്കുന്നത്. ഈ ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ ഇത്രയും നേരം ഫാസ്റ്റിംഗ് എടുത്തുകൊണ്ട് ഹെവി ഫുഡൊന്നുമല്ല. നാളെ ചൊവ്വാഴ്ച ഉപ്പുമാവാണ്. ആസ് യൂഷ്വൽ ഒരു തവി ഉപ്പുമാവും, നാളെ പഴമാണ്. ഉപ്പുമാവും പഴവും. പഴത്തിൽ ഷുഗർ കണ്ടന്റ് കൂടുതലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഷുഗർ കട്ട് ചെയ്യും. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യണം, വളരെ നല്ലതാണ്. സോ ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യും. എനിക്കിപ്പം പെപ്സി ഒന്നും കുടിക്കാനുള്ള ടെൻഡൻസി ഇല്ല. പണ്ട് ഞാൻ ഒരു ബോട്ടിൽ പെപ്സി കുടിക്കുമായിരുന്നു, ഞാൻ എവിടെയെങ്കിലും കൂടുതലും ട്രാവലിങ്ങിൻ്റെ ടൈമാണ്. ഇപ്പോൾ ട്രാവലിങ്ങിൻ്റെ ടൈം എന്താ, ഞാൻ ഒരു പെപ്സി, മൗണ്ടൻ ഡ്യൂ ആയിരുന്നു എനിക്ക് ഫേവറേറ്റ്. ഞാൻ ഒരു ഫുൾ മൗണ്ടൻ ഡ്യൂ മേടിക്കും, അത് കുടിക്കും. പിന്നെ 50 രൂപയുള്ള ലേസും മേടിക്കും. ഇതായിരുന്നു എൻ്റെ ഒരു നേരത്തെ മീൽ. അങ്ങനെയാണ് ഞാൻ എന്ന് വെച്ചാൽ കാണുമ്പോൾ അത് ലഘുവായിട്ട് വന്നു. കാരണം ലേസും ഈ മൗണ്ടൻ ഡ്യൂയും കുടിച്ചാൽ ഇങ്ങനെ വയറ് വീക്കവും അങ്ങനെ. പക്ഷെ അത് നമ്മളാ ഷുഗർ ലെവലൊക്കെ നല്ലപോലെ സ്പൈക്ക് ചെയ്ത് നമ്മൾ ഫുൾ എനർജറ്റിക് ആയിരിക്കും. ബട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഷുഗർ കട്ട് മൊത്തത്തിൽ കട്ട് ചെയ്തു. ഈ കാപ്പിയിൽ മധുരം ഇടുക, ചായയിൽ മധുരം ഇടുക, അതുപോലും നമ്മൾ വേണ്ട, എല്ലാം കട്ട് ചെയ്തു. ബനാന കഴിക്കാൻ പാടില്ല എന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. ബിക്കോസ് പുള്ളി പൈസ കൊടുത്തിട്ട് ഡയറ്റൊക്കെ മേടിച്ചാണ് ഡയറ്റീഷ്യൻ്റെ. അതിൽ എഴുതിയിട്ടുണ്ട് ബനാന കട്ടെന്ന്. ബനാനയിൽ നല്ലപോലെ ഷുഗർ ഉണ്ട്. ആപ്പിള്, ഓറഞ്ച്, ഗുവ, ഇത് 3 കഴിയാം. പോമഗ്രാനൈറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് കഴിക്കേണ്ടത്. സോ നമ്മൾ ഫ്രൂട്ട്സിലോട്ടൊക്കെ വരാം. നമ്മളിപ്പം 18 ദിവസമായി. എൻ്റെ ഫസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, ഈ ഫുൾ ഡേ ഫാസ്റ്റിംഗ് എടുത്തു. ഇനി നമ്മൾ എന്താ പ്ലാൻ, ഇന്ന് എന്നെ കൊണ്ട് പറ്റി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി ഓരോ 7 ദിവസം കൂടെ ഫുൾ ഡേ ഫാസ്റ്റിംഗ് എടുക്കാമെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് എന്താ കുറച്ചും കൂടെ ബൂസ്റ്റ് കിട്ടും. കാരണം ഞാൻ വേറെ വർക്കൗട്ടൊന്നും ഇല്ല, വർക്കൗട്ടൊക്കെ ഇനി തുടങ്ങാൻ പോണേ ഉള്ളൂ. ആദ്യത്തെ ഒരു പുഷ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇപ്പം അടുത്ത പ്ലാൻ വന്ന് എങ്ങനെയാണ് ഇനി വർക്കൗട്ടിങ്. അപ്പം അടുത്ത ലെവലിലോട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കും. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിച്ച് ചെയ്യാം. ബട്ട് റെഫറൻസ് നിങ്ങളും ജസ്റ്റ് ഒന്ന് ഗൂഗിളൊക്കെ നോക്കി ഇവൻ പറയുന്ന ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ബട്ട് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്കെല്ലാം ഓക്കെയാണ്, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യും. എനിക്ക് റിസൾട്ട് വരണം, ദാറ്റ്സ് എ മെയിൻ പോയിന്റ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഇതിൽ ചെറിയൊരു അപ്ഡേറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ റീലായിട്ട് ഇടാന്ന് വെച്ചാൽ ഐ തിങ്ക് 1 മിനിറ്റിൽ കൊണ്ട് എന്നെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ചിങ്ങനെ വിശദീകരിച്ച് അത്യാവശ്യം ടൈം എടുത്ത് പറയണം. സോ ദാറ്റ്സ് വൈ ഐ മേക്ക് ദിസ് വീഡിയോ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇനി ഇതേപോലെ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റോ, എന്തെങ്കിലും ചേഞ്ചസോ, എന്തെങ്കിലും പുഷോ, സ്പൈക്കോ, പക്ഷേ അബദ്ധങ്ങളും വീഴ്ചകളും പറ്റിയെന്ന് പറഞ്ഞാൽ ഇനിയൊരു വീഡിയോ കൊണ്ട് വരത്തില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.